വിദേശ പഠനത്തിനായി ലാംഗ്വേജ് സ്കോർ നേടാൻ ഒരുങ്ങുമ്പോൾ ഇനിയെല്ലാം ക്വിക്ക് ആൻഡ് ഈസി വിത്ത് PTE ട്രെയിനിങ് ഫ്രം മെന്റർ അക്കാഡമി. ഇപ്പോൾ കൂടുതൽ രാജ്യങ്ങളിൽ എല്ലാ പ്രമുഖ യൂണിവേഴ്സിറ്റികളും ആക്സെപ്റ്റ് ചെയ്യുന്നു. വർദ്ധിച്ചുവരുന്ന വന്യജീവി ആക്രമണത്തിൽ സർക്കാർ നിസ്സംഗത വെടിയണമെന്ന് ആം ആദ്മി പാർട്ടി ആവശ്യപ്പെട്ടു. നേരിമംഗലം കാഞ്ഞിരവേലിയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ മരണപ്പെട്ട ഇന്ദിരയുടെ ഭവനം സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു ആം ആദ്മി പാർട്ടി നേതാക്കൾ. വർദ്ധിച്ചുവരുന്ന വന്യജീവി ആക്രമണ വിഷയത്തിൽ സർക്കാർ നിസ്സംഗത വെടിയണമെന്ന് ആം ആദ്മി പാർട്ടി ആവശ്യപ്പെട്ടു. നേരിമംഗലം കാഞ്ഞിരവേലിയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ മരണപ്പെട്ട ഇന്ദിരയുടെ ഭവനം സന്ദർശിക്കുകയായിരുന്നു ആം ആദ്മി പാർട്ടി സംസ്ഥാന നേതാക്കൾ. നൂറുകണക്കിന് കർഷകരുടെ ജീവൻ പൊലിഞ്ഞിട്ടും കോടിക്കണക്കിന് രൂപയുടെ കൃഷിനാശം സംഭവിച്ചിട്ടും സർക്കാർ മൗനം അവലംബിക്കുകയാണ്. വന്യജീവി സംരക്ഷണ നിയമ ഭേദഗതി ഉൾപ്പെടെ വന്യജീവി ആക്രമണത്തിന് ശാശ്വത പരിഹാരം കാണാൻ സർക്കാർ തയ്യാറാവണമെന്ന് AAP ആവശ്യപ്പെട്ടു. ആം ആദ്മി പാർട്ടി അധികാരത്തിലെത്തിയാൽ വന്യജീവി ആക്രമണത്തിന് ശാശ്വത പരിഹാരം കാണുമെന്ന് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ സെലിൻ ഫിലിപ്പ് പറഞ്ഞു. സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ മോസസ് G, ഷക്കീർ അലി, റിനി സ്റ്റീഫൻ, ജോൺസൺ കറുകപ്പള്ളിൽ, ഇടുക്കി ജില്ലാ പ്രസിഡന്റ് ജേക്കബ് മാത്യു, തൊടുപുഴ നിയോജക മണ്ഡലം പ്രസിഡന്റ് റോയ് പ്ലാത്തോട്ടം, ദേവികുളം മണ്ഡലം സെക്രട്ടറി തമ്പി അഗസ്റ്റിൻ, പൈങ്ങോട്ടൂർ പഞ്ചായത്ത് ഭാരവാഹികളായ ചാൾസ് പോൾ, ഷർമിള ബെന്നി തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് സന്ദർശനം നടത്തിയത്. ഇന്ദിരയെ കാട്ടാന ആക്രമിച്ച സ്ഥലവും അവർ സന്ദർശിച്ചു. ഭവനത്തിലെത്തി ഇന്ദിരയുടെ ഭർത്താവിനെയും കുടുംബാംഗങ്ങളെയും അനുശോചനമറിയിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്തു. തന്റെ ഭാര്യയെ കാട്ടാന കൊലപ്പെടുത്തിയിട്ടും ഫോറസ്റ്റ് അധികാരികൾ തിരിഞ്ഞു നോക്കിയില്ലെന്ന് ഇന്ദിരയുടെ ഭർത്താവ് രാമകൃഷ്ണൻ പറഞ്ഞു. എനിക്ക് സംഭവിച്ച പോലെ മറ്റ് ആർക്കും സംഭവിക്കാത്ത രീതിയിൽ ഉള്ള സംരക്ഷണം വേണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് ചെയ്തു തരാമെന്നൊക്കെയാണ് പറഞ്ഞാണ്. സോളാർ ഇട്ട് തരാം 6.5 കിലോമീറ്റർ. അത് ടെൻഡറായി ഈ മാർച്ച് 30 ഇട്ട് തരാമെന്ന് പറഞ്ഞു. അതുപോലെ ലൈറ്റ് വേണമെന്ന് സോളാർ ലൈറ്റ് വഴികൾക്ക് വേണമെന്ന് പറഞ്ഞു. അതിപ്പോൾ സംവിധാനം ആയിട്ടുണ്ട്. ഇപ്പൊ 2.5 ഇട്ട് തരും. പിന്നെ പഞ്ചായത്തിലെ വകുപ്പിൽ ബാക്കി കൂടെ ഇട്ട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാ റോഡ് അത് നന്നാക്കി തരാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ കൂടുതലല്ലാതെ നമുക്ക് വേറെ വരാറുണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നേരത്തേക്ക് വരുമായിരുന്നു. ഇപ്പൊ ഈ സംഭവം നടന്നിട്ട് ഒറ്റണ്ട് ഇങ്ങോട്ട് കയറിയിട്ടില്ല. കാരണം സംഭവത്തിന് ശേഷം ആൾക്കാർ തല്ലിക്കൊല്ലെന്ന് പറഞ്ഞാണ് അവര്. കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ MCS ഹോസ്പിറ്റൽ മൂവാറ്റുപുഴ.